ഹലോ ഗായ്സ്, അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതൊരു പുതിയ സ്ഥലമാണല്ലേ, നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇത് നമ്മുടെ തറവാട് എന്ന് പറയും. അതായത് എൻ്റെ ഹസ്ബൻഡിൻ്റെ അച്ഛൻ്റെ നാടാണ് കേട്ടോ അവിടെ. അപ്പോൾ നമ്മൾ വർഷത്തിലൊരിക്കൽ അവിടെ പൂജയ്ക്ക് പോകാറുണ്ട്. അത് നമ്മൾ തറവാട്ട് പൂജ എന്നാണ് കേട്ടോ പറയുക. നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും അല്ലേ, നിങ്ങളുടെ അവിടെയൊക്കെ ഉണ്ടാവുമായിരിക്കും അല്ലേ. അപ്പോൾ നമ്മുടെ അവിടെ ഇതിന് തറവാട്ട് പൂജ എന്ന് പറയുന്നത്. നമ്മുടെ ചെറിയമ്മ അവിടെ കുറേ നമ്മുടെ ചേച്ചിമാരും ഏട്ടന്മാരും അനിയത്തിമാരും അനിയന്മാരും മക്കളും എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ ഓരോരുത്തരുടെയും പേരെടുത്ത് പറയണമെങ്കിൽ കുറേ അംഗങ്ങളല്ലേ, അപ്പോൾ നമുക്കത് കുറച്ച് ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ പക്ഷേ കുറേ ചേച്ചിമാരും എല്ലാവരും ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടെ എത്തി, ഒരു 9 മണിക്കൊക്കെ എത്തി. നമ്മൾ ഭക്ഷണത്തിനുള്ള റെഡിയാക്കണം, എന്താ പൂജയ്ക്കുള്ളത് റെഡിയാക്കിക്കൊണ്ടിരിക്കണം. പിന്നെ നമ്മുടെ ചെറിയമ്മ പോകുമ്പോഴേക്കും പായസവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എന്താണ് നമ്മുടെ ചെറിയമ്മ ഏട്ടനെ കണ്ടിട്ട് സംസാരിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഉച്ചയ്ക്കുള്ള ഭക്ഷണം തിരക്കിൽ കണ്ടില്ലേ ഇവരൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ചേച്ചിമാർ. നമ്മളെ കുറച്ച് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യുന്നേ ഉള്ളൂ, ബാക്കി എല്ലാം അവരാണ് കേട്ടോ ചെയ്യാറുള്ളത്. പിന്നെ നമ്മൾ വർഷത്തിലൊരിക്കൽ കാണുമ്പോൾ എല്ലാവരുമായിട്ട് വിശേഷങ്ങൾ പങ്കുവെക്കാൻ തന്നെ സമയം ഉണ്ടാവുള്ളൂ. കാരണം നമ്മൾ വർഷത്തിലൊരിക്കലല്ലേ എല്ലാവരെയും കാണുള്ളൂ. ഇനി അടുത്ത വർഷം നമ്മൾ പൂജയ്ക്ക് പോകാതെ ചെറിയമ്മയും ചേച്ചിയും കൂടിയിട്ട് ഒരു പച്ചരി കൊണ്ടുള്ള ഒരു പ്രസാദം റെഡിയാക്കിയിട്ടുണ്ട്. ഇതൊക്കെ ചെയ്തിട്ട് വേണം ഫ്രണ്ടിൽ, നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലൊരു പൂജയുണ്ട്. അപ്പോൾ അതിൽ നോണൊന്നും ഉപയോഗിക്കാൻ പാടില്ല. ഫസ്റ്റ് പൂജ അതായിരിക്കും. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പൂജ തുടങ്ങി. ഇത് കഴിഞ്ഞിട്ടാണ് പിന്നെ നോൺ വെച്ചിട്ട് പൂജ കഴിക്കാറുള്ളത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് പൂജ തുടങ്ങി. അവിടെ നമ്മൾ നോണൊന്നും ഉപയോഗിക്കാറില്ല. അപ്പോൾ നമ്മുടെ അടുക്കളയിൽ എന്ത് പണികളുണ്ടെങ്കിലും ആ തിരക്കൊക്കെ അവിടെ ഉപേക്ഷിച്ചിട്ട് നമ്മൾ പൂജ കാണാൻ വേണ്ടിയിട്ട് ഫ്രണ്ടിൽ എല്ലാവരും വന്ന് നിന്നു. അവിടെ കണ്ടില്ലേ നല്ല ഐക്യത്തോടെ നല്ല നമ്മൾ കാത്തിരിക്കുകയാണ്. കാരണം നമ്മുടെ ഒരു ആവേശവും ഒരു സന്തോഷമൊക്കെയാണ് കേട്ടോ ഈ പൂജ വരുമ്പോൾ. അപ്പോൾ എന്ത് തിരക്കുണ്ടെങ്കിലും നമ്മളെ എല്ലാവർക്കും അത് പങ്കെടുക്കാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിച്ച് എല്ലാവരും നല്ല സ്നേഹത്തോടെയും ഐക്യത്തോടെയും നടത്തണം. ഏറ്റവും നല്ലൊരു പരിപാടിയാണ് കേട്ടോ ഞങ്ങളുടെ കുടുംബത്തിലെ ഈ പൂജ. അപ്പോൾ കുട്ടികൾക്കും എല്ലാവർക്കും ഒരു സന്തോഷമാണ്. നമ്മൾ ഇത് എപ്പോഴാണ് ഒന്ന് വരുന്നത് എന്നിട്ട് വെയിറ്റ് ചെയ്തിരിക്കാറുണ്ട് കേട്ടോ. അപ്പം കണ്ടില്ലേ, നമ്മുടെ വീട്ടിൽ എത്ര അംഗങ്ങളുണ്ടോ അതിൽ എല്ലാ അംഗങ്ങളും അവിടെ നിന്നിട്ട് നന്നായിട്ട് ഓരോരുത്തരും കേട്ടോ, അല്ലാണ്ട് ഒന്നിച്ചല്ല, ഓരോരുത്തരും അവിടെ നിന്ന് നന്നായി പ്രാർത്ഥിച്ച് വരാറുണ്ട്. കണ്ടില്ലേ, ലൈനായി നിന്നിട്ട്. അപ്പോൾ ഈ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് വേണം പിന്നെ നമ്മൾക്ക് ഉച്ചയ്ക്കുള്ള വേറൊരു പൂജയും കൂടി ഉണ്ട്, അതും കൂടി ചെയ്യണം. അത് നോണൊക്കെ വെച്ചിട്ടാണ്. അപ്പോൾ ഫസ്റ്റ് പൂജ എപ്പോഴും നോണില്ലാത്തതായിരുന്നു. അപ്പോൾ നമ്മുടെ മക്കൾക്കൊക്കെ ഇതൊക്കെ പറഞ്ഞു കൊടുക്കണം, കാരണം അവരും ഇതൊക്കെ കണ്ട് പഠിക്കണമല്ലോ. അപ്പോൾ നമ്മളിവിടെ നിന്ന് എല്ലാവരും ഞങ്ങൾ 4 പേരും പോകാറുണ്ട്. പിന്നെ ആ പൂജ കഴിഞ്ഞു. ഇനി ഉച്ചയ്ക്ക് രണ്ടാമത്തെ പൂജയ്ക്ക് നോണൊക്കെ വെച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ചിക്കൻ കറിയും പിന്നെ ചിക്കനും കുമ്പളങ്ങയും കൂടിയിട്ടുള്ളൊരു കറിയൊക്കെ ഉണ്ട്. അതായത് നമ്മുടെ അടുത്തേമാണ്, അവർ തൃച്ചിയിൽ നിന്നൊക്കെ വന്നതാണ്. കണ്ടില്ലേ, എത്ര ദൂരെ അവർ ജോലി ചെയ്യണമെങ്കിലും ആ പൂജയ്ക്ക് അവിടെ എത്തണം എന്നാണ് കേട്ടോ ഒരു നിർബന്ധമാണ്. പക്ഷേ നല്ലതുമാണ്, നിർബന്ധമല്ല, അവരവർക്ക് അതൊരു നല്ലതാണ്. അപ്പോൾ നമ്മൾ എത്ര ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും ആ സമയത്ത് നമ്മൾ ലീവ് എടുത്ത് അവിടെ വരാറുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ചേച്ചിയുടെ തലേ ദിവസം വന്നു. ഞായറാഴ്ച പൂജ എന്നുണ്ടെങ്കിൽ ശനിയാഴ്ച തന്നെ അവർ വന്നു കേട്ടോ തൃച്ചിയിൽ നിന്ന്. പിന്നെ ഞായറാഴ്ച വൈകിട്ട് തന്നെ അവർ പോവുകയും ചെയ്യും, കാരണം തിങ്കളാഴ്ച ജോലിയല്ലേ. അതേപോലെ തന്നെയാണ് ഇവർ ഓരോരുത്തരും. അവരൊക്കെ തൃശ്ശൂരിൽ നിന്നും അങ്ങനെ ഓരോരുത്തരും ഓരോരോ അവിടെ നിന്ന് വന്നതാണ്, കാരണം പൂജയ്ക്ക് വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത ഫസ്റ്റ് പൂജൻ്റെ പ്രസാദം പങ്കിക്കൊടുക്കണം. കണ്ടില്ലേ, ഒന്ന് പച്ചരി കൊണ്ടും ഒന്ന് പിന്നെ പച്ചരി വേവിച്ചിരുന്നു. അങ്ങനെ 2 തരം പ്രസാദം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും അത് പങ്കി കഴിച്ചു കേട്ടോ. പിന്നെ അടുത്തതാണ് നോൺ വെച്ചിട്ട് ആ പൂജൻ്റെ പ്രസാദമൊക്കെ പങ്കി കഴിച്ച ശേഷം നമ്മളെല്ലാവരും കൂടി അവിടെ ഇരുന്ന് കഴിച്ച ശേഷം പിന്നെ നോൺ വെച്ചിട്ടുള്ള പൂജ കേട്ടോ. അത് നമ്മൾ അവിടെ നിന്ന് വീഡിയോയിൽ കാണിക്കാൻ പറ്റില്ല, കാരണം നമ്മളത് പൂജയല്ലേ. അപ്പോൾ അതൊരു ഇതിൽ പോട്ടെ. അപ്പോൾ നമ്മളെല്ലാവരും അവിടെ നിന്നിട്ട് ഓരോരുത്തരും ആ ദൈവത്തിൻ്റെ അവിടെ നിന്ന് നന്നായി പ്രാർത്ഥിച്ചിട്ട് വരും കേട്ടോ. പൂവും പ്രസാദമൊക്കെ ഇട്ടിട്ട് എന്നിട്ട് വേണം നമ്മൾ ഊണൊക്കെ കഴിക്കാൻ. ഇനി ഇത് കഴിഞ്ഞത് നമ്മൾ ഊണ് കഴിക്കണം. അപ്പോഴേക്കും നമ്മൾ സമയം ഒരു 1:30 ആയിട്ടോ. അപ്രാവശ്യം നേരത്തെ എല്ലാം കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഊണൊക്കെ കഴിച്ച് അവിടെ നിന്ന് മടങ്ങി ഗൈസ്. പിന്നെ നമ്മൾ തിരിച്ച് വരുന്നൊന്നും എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല, കാരണം നമ്മൾ അത്രയും പറഞ്ഞ് എല്ലാവരും നന്നായി യാത്രയൊക്കെ പറഞ്ഞു. ഇനി അടുത്ത വർഷം ഇതുപോലെ പോകാൻ സാധിക്കട്ടെ അല്ലേ. അപ്പോൾ അതാ എൻ്റെ അടുത്തേമ്മയും ഏട്ടനും തൃച്ചിയിലേക്ക് അവർ മടങ്ങി. ഇനി അടുത്ത വർഷം എല്ലാവർക്കും കാണാം. ഓക്കേ, എന്തെങ്കിലുമൊക്കെ തെറ്റുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക കേട്ടോ. അത്രയേ ഉള്ളൂ.